ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിൽ 4ാമത്തെ യൂണിറ്റ് അപ്പൂപ്പൻ താടി. അപ്പോൾ അപ്പൂപ്പൻ താടിയിലെ നമ്മൾ ഫസ്റ്റത്തെ ഭാഗങ്ങളിലെ ക്ലാസ്സുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. നമ്മുടെ 1ാമത്തെ പാഠം വേഴാമ്പലം, അതേപോലെ 2ാമത്തെ പാഠം ഭൂമിക്ക് ചന്തമേകുന്നവർ എന്ന പാഠത്തിന്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് നമുക്കറിയാം, നമ്മുടെ 4ാമത്തെ യൂണിറ്റിൽ 3 പാഠങ്ങളാണ് ഉള്ളത്. നമ്മൾ ഇന്നത്തെ ക്ലാസ് 2ാമത്തെ പാഠം ഭൂമിക്ക് ചന്തമേകുന്നവർ എന്നതിലെ നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ മണ്ണേ നമ്പി എന്നുള്ള ഒരു കവിതയാണ്. മണ്ണേ നമ്പി എന്നുള്ള കവിതയും അതിന്റെ ചോദ്യോത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമ്മുടെ മണ്ണേ നമ്പി മാത്രമല്ല, നമ്മുടെ മലയാളത്തിലെ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും വിത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മലയാളം മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത്, നമ്മുടെ മണ്ണേ നമ്പി. അല്ലെ, മണ്ണേ നമ്പി പറയുന്നത് എന്തായാലും നാടൻ പാട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ നാടൻ പാട്ടിൽ പറയുന്നത്, എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. പരസ്പര സ്നേഹത്തിന്റെ കഥയാണല്ലോ മരുന്ന്. അപ്പൊ എല്ലാ കൂട്ടരും മരുന്ന് എന്നുള്ള പാഠത്തിന്റെ ക്ലാസ് കണ്ടു കാണുമല്ലോ. മരുന്ന് എന്നുള്ള കഥ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? പരസ്പര സ്നേഹത്തിന്റെ കഥയാണ് അല്ലെ. മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ മറ്റുള്ളവര് നമ്മുടെ സുന്ദരി മുലിയുടെ കഥയായിരുന്നു നമ്മൾ മരുന്നിൽ പഠിച്ചത്. അപ്പൊ അതുപോലെ പരസ്പര സ്നേഹത്തിന്റെ കഥയാണ് മരുന്ന്. ഇതുപോലെ നമുക്ക് ചുറ്റുമുള്ള മണ്ണും മരവും കിളിയും മനുഷ്യനും എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ നാടൻ പാട്ട് ചൊല്ലി നോക്കാം. അപ്പൊ നമുക്ക് മണ്ണേ നമ്പി എന്നുള്ളത് ഒരു നാടൻ പാട്ടാണ്. അപ്പൊ നാടൻ പാട്ടിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എങ്ങനെയൊക്കെയാണ് മണ്ണും മരവും കിളിയും മനുഷ്യനും ഒക്കെ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഈ നാടൻ പാട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നാടൻ പാട്ടിന്റെ പേരെന്താ? മണ്ണേ നമ്പി. നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. മണ്ണേ നമ്പി മരമിരിപ്പു താരികം താരോ, മരത്തെ നമ്പി കൊമ്പിരിപ്പു താരികം താരോ, കൊമ്പേ നമ്പി ഇലയിരിപ്പു താരികം താരോ, ഇലയെ നമ്പി പൂവിരിപ്പു താരികം താരോ, പൂവേ നമ്പി കായിരിപ്പു താരികം താരോ, കായെ നമ്പി കനിയിരിപ്പു താരികം താരോ, കനിയെ നമ്പി കിളിയിരിപ്പു താരികം താരോ, കിളിയെ നമ്പി ഞാനിരിപ്പു താരികം താരോ, എന്നെ നമ്പി മണ്ണിരിപ്പു താരികം താരോ, മണ്ണെ നമ്പി മരമിരിപ്പു താരികം താരോ. അപ്പൊ നമ്മളിവിടെ പറയുന്നുണ്ട്, ഒരു വാക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്, ആവർത്തിച്ച് വരുന്നുണ്ട്. എന്താണ്? നമ്പി. നമ്പി എന്ന് വെച്ചാൽ എന്താ? വിശ്വസിച്ച്. ഇവിടെ എന്താ പറയുന്നത്? മണ്ണെ നമ്പി മരമിരിപ്പു താരികം താരോ. മരം എങ്ങനെയാണ് ജീവിക്കുന്നത്? മണ്ണിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അല്ലെ. മണ്ണില്ലെങ്കിൽ മരം ഉണ്ടോ? ഇല്ല. അപ്പൊ മണ്ണിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ മണ്ണിനെ വിശ്വസിച്ച്. നമ്പി എന്ന് പറയുന്ന അർത്ഥം അതാണ്, വിശ്വസിക്കുക, വിശ്വാസമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മണ്ണിനെ വിശ്വസിച്ച് അല്ലെങ്കിൽ മണ്ണിനെ ആശ്രയിച്ച് ആരിയ്ക്കുന്നു? മരം ജീവിക്കുന്നു. മരത്തെ നമ്പി കൊമ്പിരിക്കുന്നു. മരത്തിനെ ആശ്രയിച്ചാണ് ആരുള്ളത്? മരത്തെ വിശ്വസിച്ച് കൊമ്പുണ്ട്. അതുപോലെ കൊമ്പെ നമ്പി ഇലയിരിപ്പു. കൊമ്പിനെ ആശ്രയിച്ച് ആരാളുള്ളത്? ഇലയുണ്ട്. ഇലയെ നമ്പി പൂവിരിപ്പു. ഇലയെ വിശ്വസിച്ച് പൂവിരിക്കുന്നു. പൂവെ നമ്പി കായിരിപ്പു. പൂവിനെ വിശ്വസിച്ചാണ് ആരുള്ളത്? കായ് ഉള്ളത് അല്ലെ. കായെ നമ്പി ആരാളുള്ളത്? കനിയിരിപ്പു എന്ന് വെച്ചാൽ കനി എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രൂട്ട് ആണ്. കനിയെ നമ്പി ആരിയ്ക്കുന്നു? കിളിയിരിപ്പു. അതായത് ആ ഫ്രൂട്ട്സ് കഴിക്കാൻ ആര് വരും? കിളികൾ വരും അല്ലെ. അപ്പൊ ആ കനിയെ വിശ്വസിച്ച് ആരാളുള്ളത്? കിളികൾ ജീവിക്കുന്നു. കിളിയെ നമ്പി ഞാനിരിപ്പു. എന്നെ നമ്പി മണ്ണിരിപ്പു. മണ്ണെ നമ്പി മരമിരിപ്പു. കിളിയെ നമ്പി ആരാളുള്ളത്? ഞാൻ ജീവിക്കുന്നു. എന്നെ വിശ്വസിച്ച് മണ്ണുണ്ട്. മണ്ണ് വീണ്ടും അത് റിപ്പീറ്റ് ആയിട്ട് വരികയാണ് അല്ലെ. അപ്പൊ മണ്ണിനെ വിശ്വസിച്ച് ആരുണ്ട്? മരമിരിപ്പു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞ, ഓരോന്നും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പോകുന്നതെന്നാണ് നമുക്ക് ഈ നാടൻ പാട്ട് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈ നാടൻ പാട്ടിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. മണ്ണെ നമ്പി, മണ്ണിനെ ആശ്രയിച്ച് മരം നിലനിൽക്കുന്നു. ഇതുപോലെ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്ന എന്തെല്ലാം ബന്ധങ്ങളാണ് പാട്ടിൽ പറയുന്നത്? മരത്തിന്റെ വേരുകളെ പിടിച്ചു നിർത്തുന്നത് മണ്ണാണ്. മരത്തെ ആശ്രയിച്ച് കൊമ്പിരിക്കുന്നു. കൊമ്പിനെ ആശ്രയിച്ച് ഇലയിരിക്കുന്നു. ഇലയെ ആശ്രയിച്ച് പൂവിരിക്കുന്നു. പൂവിൽ നിന്നാണ് കായ ഉണ്ടാവുന്നത്. കായ പഴമായി മാറുന്നു. ഇത് കിളികളുടെ ഭക്ഷണമാണ്. പ്രകൃതി എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇതാണ് ഈ പാട്ടിന്റെ സന്ദേശം. പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്ന മറ്റെന്തെല്ലാം ബന്ധങ്ങൾ കണ്ടെത്താനാവും അവ ഉൾപ്പെടുത്തി ചില വരികൾ എഴുതൂ. നമ്മൾ കുറച്ച് വരികൾ ഈ പാട്ടിന്റെ തന്നെ കണ്ടിന്യൂസ് തുടർച്ചയായിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. മണ്ണെ നമ്പി പുല്ലിരിപ്പു താരികം താരോ. ഇവിടെ പുല്ലിരിക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. മണ്ണെ നമ്പി പുല്ലിരിക്ക് താരികം താരോ. പുല്ലെ നമ്പി പുൽച്ചാടി ഇരിക്ക് താരികം താരോ. പുൽച്ചാടി നമ്പി തവളയിരിക്ക്. ഇവിടെ ദീർഘം വേണ്ട. തവളയിരിക്കു താരികം താരോ. തവളയെ നമ്പി പാമ്പിരിക്ക് താരികം താരോ. പാമ്പെ നമ്പി പരുന്തിരിക്ക് താരികം താരോ. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? തുടർച്ചയായിട്ടുള്ള വരികൾ എഴുതുക.
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്